സ്വന്തം വീട്ടിൽ നിന്നും അയൽവീട്ടിൽ നിന്നും മാത്രമല്ല കൊച്ചുകുട്ടികളുടെ കരച്ചിൽ കേട്ടത്. കായംകുളത്ത് 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പുതുവത്സരാഘോഷത്തിനിടെ ഉണ്ടായ സംഘർഷം ഒഴിവാക്കാനുള്ള ഇടപെടലിനിടെയാണ് കായംകുളം ഏരുവ സ്വദേശികളായ അജയ് എൻ അശ്വതി ദമ്പതികളുടെ മകൻ അക്ഷയ്ക്ക് പോലീസിന്റെ ലാത്തിയടിയേറ്റത്. പുറത്തടിയേറ്റ കുട്ടിയെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ വിദ്യാർത്ഥിയെ അടിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി വീടിന് സമീപം പടക്കം പൊട്ടിക്കുന്നത് കാണാൻ പിതാവുമൊത്തെത്തിയതായിരുന്നു അക്ഷയ്. എരുവ കോയിക്കപ്പടി ജംഗ്ഷനിൽ ആഘോഷം നടക്കുന്നതിനിടയിലെത്തിയ പോലീസുകാരുമായി ചിലർ തർക്കമുണ്ടാക്കിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പടക്കം പൊട്ടിക്കുന്നത് തടയാനുള്ള നീക്കമാണ് തർക്കങ്ങൾക്കിടയാക്കിയത്. സംഘർഷാവസ്ഥയുണ്ടായതോടെ പോലീസ് ലാത്തി വീശി ആളുകളെ ഓടിച്ചു. ഇതിനിടയിലാണ് അജയനും മകൻ അക്ഷയ്ക്കും അടിയേറ്റത്. ഞാനും അച്ഛനും കൂടെ പടക്കം പൊട്ടിക്കുന്ന കാണാൻ പോയപ്പം പടക്കം പൊട്ടിക്കുന്നിടത്ത് പോലീസും അണ്ണന്മാരുമായിട്ട് വഴക്കുണ്ടായി. വേഗം ഞങ്ങൾ അവിടെ പോയപ്പം എന്നെ അച്ഛൻ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും പുറകിൽ നിന്നൊരു വെള്ള ടീഷർട്ടും ഒരു കാക്കി കണക്കത്തെ പാൻറ്റും ഷൂസും ഇട്ട ഒരു കറുത്ത മുഖമുള്ള അയാൾ വന്ന് എൻ്റെ അച്ഛനെ അടിച്ചും എന്നെ അടിച്ച്. പുറത്തടിയേറ്റ കുട്ടിയെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകനെ അടിച്ചതിനെതിരെ ചൈൽഡ് ലൈനിലും ഉന്നത പോലീസ് അധികാരികൾക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുമെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. ഒരു 3-4 ജീപ്പ് വന്നിട്ട് അടിക്കുക എല്ലാവരെയും. അവർ ചോദിച്ചതുമില്ല, ഒന്നുമില്ല. മൊത്തം ആൾക്കാരെ അടിച്ച കൂട്ടത്തിൽ എൻ്റെ മോനെ അടിയിട്ട് പിന്നെ മെമ്പറുടെ വീട്ടിൽ കയറി മെമ്പറുടെ മോനെ അടിച്ച് അവിടെ ഉള്ളവരെല്ലാം അടിച്ചു. എൻ്റെ മൂത്ത കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ട് പോയപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ ബാക്ക് സൈഡിൽ ലാത്തി കൊണ്ട് അടിച്ച ഇതാ കണ്ടത്. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു പോലീസ്. അപ്പോഴത്തേക്ക് അജയൻ്റെ മോനെ എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചു. കൊച്ചിനെ എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാ പോലീസുകാരും ലാത്തി കൊണ്ട് എല്ലാവരെയും അടിച്ച് വീട്ടിൽ കയറിയവരെ അടിച്ച്. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, വലിയവരെ അടിക്കും, കൊച്ചിനെ എന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതേ കൊച്ചി വീട്ടിൽ ഇരിക്കണമായിരുന്നു. സ്വന്തം അച്ഛൻ്റെ കൂടെ പടക്കം പൊട്ടിക്കുന്ന കാണാൻ പോകുന്നത് ഇത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ വിദ്യാർത്ഥിയെ അടിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഗതാഗത തടസ്സം സൃഷ്ടിച്ചുള്ള ആഘോഷം തടയാൻ ശ്രമിച്ചപ്പോൾ ഒരു സംഘം പോലീസിനെതിരെ തിരിഞ്ഞു. ഇതിനിടെ നാട്ടുകാർ ചേരിതിരിഞ്ഞ് പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് ലാത്തി വീശേണ്ടി വന്നതെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 കായംകുളം.